പി ആർ സുനിൽ, ഡൽഹിയിൽ നിന്ന് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഒരു കൂട്ടം ഹർജികൾ എത്തിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവുമാണെന്ന് ഹർജികളിലെ വാദം. നിയമം റദ്ദാക്കരുത് എന്നാവശ്യപ്പെട്ട് BJP ഭരിക്കുന്ന 5 സംസ്ഥാനങ്ങൾ നൽകിയ ഹർജികളും ഇന്ന് കോടതിയിൽ എത്തുന്നുണ്ട്. നമുക്ക് പി ആർ സുനിലിനോട് ചോദിക്കാം. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. പി ആർ സുനിൽ, ദില്ലിയിൽ നിന്ന് വരാൻ പോകുന്ന വാർത്ത ഒരു പക്ഷേ ഈ വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്തത് എന്ന് ആയിരിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ഈ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനായിരിക്കില്ലേ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം? എന്തായാലും നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് സുപ്രീം കോടതിക്ക് മുമ്പിലാണ്. ഏതായാലും ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് തന്നെയാണ്. ഈ വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ. ഏതായാലും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിക്കാൻ പോകുന്നത്. ഇന്ന് വലിയ നടപടികളിലേക്ക് കോടതി കടക്കാനുള്ള സാധ്യതയില്ല. ഇന്ന് ഈ ബെഞ്ചിന് മുൻപാകെ പരിഗണിക്കുന്ന ഹർജികളല്ലാതെ മറ്റ് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള വേറെയും ഹർജികളുണ്ട്. പ്രത്യേകിച്ച് CPI നൽകിയ ഹർജി, നടൻ TVK നേതാവ് വിജയ് നൽകിയ ഹർജി, അതൊക്കെ തന്നെ സുപ്രീം കോടതിക്ക് മുൻപാകെയുണ്ട്. അപ്പോൾ ഈ ഹർജികളെല്ലാം തന്നെ ഒന്നിച്ച് എങ്ങനെ പരിഗണിക്കണം എന്ന കാര്യത്തിലായിരിക്കും സുപ്രീം കോടതി പ്രധാനമായും ഇന്ന് തീരുമാനം എടുക്കാൻ പോകുന്നത്. 3-അംഗ ബെഞ്ചിന് മുൻപാകെയാണ് ഇപ്പോൾ ഹർജിയുള്ളത്. ഒരുപാട് ഭരണഘടനാ വിഷയങ്ങൾ ഉയരുന്ന ഒരു കേസ് കൂടിയാണിത്. അതുകൊണ്ട് ഒരു ഭരണഘടനാ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന കാര്യത്തിലും സുപ്രീം കോടതി ഇന്ന് പരിശോധന നടത്തിയേക്കും. അതിനുവേണ്ടി ഒരു വാദം കേൾക്കൽ വേണമോ എന്ന കാര്യത്തിലും കോടതി ഇന്ന് തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളായിരിക്കും, ഇതിന്റെ ഒരു പ്രാഥമിക നടപടിക്രമങ്ങളായിരിക്കും കോടതി ഇന്ന് പ്രധാനമായും പരിശോധിക്കുക. ഈ ഹർജികൾ നിലനിൽക്കുമോ? ഈ ഹർജികൾ നിലനിൽക്കുന്നുവെങ്കിൽ ഈ ഹർജികൾ ഏത് ബെഞ്ച് പരിഗണിക്കണം? ആ ബെഞ്ച് 3-അംഗ ബെഞ്ച് മതിയോ, അതോ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വേണോ, അതല്ല 7-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ട സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായി സുപ്രീം കോടതി ഇന്ന് പരിശോധിക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് നീങ്ങുക. ഏതായാലും കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നോ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഒരു വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്ന നടപടികളിലേക്കൊന്നും സുപ്രീം കോടതി കടക്കാൻ സാധ്യതയില്ല. അത്തരം നടപടികൾ പിന്നീട് ഈ കേസ് പരിഗണിക്കുന്ന ബെഞ്ചായിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനമെടുക്കുക. ഇപ്പോൾ സുപ്രീം കോടതി ആദ്യമായി ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഈ കേസ് പരിഗണിക്കണം എന്ന കാര്യത്തിലായിരിക്കും ഇന്ന് സുപ്രീം കോടതി തീരുമാനമെടുക്കുക.